ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലൂടെ കേരളത്തിൽ CPM ഇതിനു മുമ്പ് കടന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 9 വർഷത്തോളം കേരളം ഭരിച്ചിട്ടും വികസനത്തിന്റെ കണക്കുകൾ എണ്ണി ഭരണവർഗം പന്തല് കെട്ടി വിളിച്ചു പറഞ്ഞിട്ടും പാർട്ടിയുടെ വളർച്ച താഴോട്ടാണ്. MA ബേബി പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നപ്പോൾ CPM എന്ന പാർട്ടി കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറി. എന്നാൽ ആ പാർട്ടിയുടെ തലപ്പത്ത് MA ബേബി വെറുതെ പ്രതിഷ്ഠിച്ചു എന്നല്ലാതെ ഇന്നും എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് കേഡർ പാർട്ടിയുടെ കപ്പിത്താൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കരുത്തുറ്റ CPM പാർട്ടിയുടെ നേതാവ് M സ്വരാജിനെ ചതിയിലൂടെ CPM തോൽപ്പിച്ചതും. ഈ കാര്യത്തെ വ്യക്തമാക്കുന്ന പോസ്റ്റാണ് റെഡ് ആർമി ഇട്ടത്. നന്ദിയുണ്ട് മാഷേ എന്നൊരൊറ്റ പോസ്റ്റായിരുന്നത്. മണിക്കൂറുകൾ കൊണ്ട് ആ പോസ്റ്റ് മുക്കിയെങ്കിലും അറിയേണ്ടവരെല്ലാം എല്ലാം അറിഞ്ഞു. എന്നാൽ ഇവിടെ അരങ്ങുവാഴുന്നത് കോൺഗ്രസ് ആണ്. നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ പ്രതാപം തിരികെ പിടിക്കാൻ മുതിർന്ന നേതാക്കൾക്കും യൂത്ത് നേതാക്കൾക്കും ഒരുപോലെ ഒന്നിച്ചു നിന്ന് പോരാടാൻ സാധിച്ചു. അതാണിപ്പോൾ കണ്ണൂരിന്റെ മണ്ണിൽ കാണാനും സാധിക്കുന്നത്. പോലീസ് ചുറ്റിനും വളഞ്ഞിട്ട് മങ്കൂട്ടത്തിലിനെ അനങ്ങാൻ സമ്മതിക്കാതിരുന്നപ്പോഴും കൊടി കുത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ കൈയടിയും വാങ്ങിക്കൊണ്ട് മാങ്കൂട്ടം അവിടെ നിന്ന് വിട്ടത്. അതേ മാങ്കൂട്ടത്തിന്റെ വലം കൈ ഒറ്റ ദിവസം കൊണ്ട് പിണറായി സത്തിന്റെ ബ്രഹ്മാസ്ത്രം തന്നെ അടിച്ചു തകർക്കുകയാണ്. ഈ മലപ്പട്ടത്ത് ഇതുപോലൊരു സമ്മേളനം നടത്തിയപ്പോ അന്നത്തെ KPCC അധ്യക്ഷൻ ശ്രീ K സുധാകരൻ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടെ ഗാന്ധി പ്രതിമ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, KPCCയും DCCയും മുൻകൈയെടുത്ത് ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. പ്രിയപ്പെട്ടവരെ, ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ എവിടെയാണെങ്കിലും ഗാന്ധിയുടെ ഓർമ്മകൾ മായ്ക്കാൻ ആര് ശ്രമിച്ചാലും, അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി, അത് BJPക്കാരാണെങ്കിലും ശരി, ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പറയാം, ഞങ്ങളുടെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഗാന്ധിയുടെ ഓർമ്മകൾ ഈ രാജ്യത്ത് മരിക്കുകയില്ല, അത് മായ്ക്കാനൊട്ട് സമ്മതിക്കുകയുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇവരുടെ ഗാന്ധി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. ഇവരുടെ താത്വികാചാര്യനായിരുന്ന EMS ആണ് പറഞ്ഞത് ഗാന്ധി ബൂർഷാസിയാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അതുകൊണ്ട് അതിലും വലുതൊന്നും ഇവിടുത്തെ മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരൊറ്റക്കാരോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ മലപ്പട്ടത്തും ഈ പരിസര പ്രദേശങ്ങളിലും ഈ കണ്ണൂർ ജില്ലയിൽ ഒന്നാകെ വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോഴും വലിയ ഗാന്ധി നിന്ന് നടക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോഴും അതിനൊക്കെ കുടപിടിക്കുന്ന ഏതെങ്കിലും അധികാരി വർഗമുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോ ഈ സംസ്ഥാനത്തെ ബ്രഹ്മാസ്ത്രം തന്നെ താഴെ വീണ് പൊട്ടിപ്പോയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ കാവൽ സർക്കാർ അത് മാറാൻ 8 മാസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ 2026 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ രാജ്ഭവനിൽ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് ഈ അധികാരി വർഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര ഊർജത്തോടുകൂടി, ഇത്ര ആവേശത്തോടുകൂടി ഏതു വെല്ലുവിളികളെയും നേരിട്ട് ഈ ജില്ലയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഊർജമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, അങ്ങ് എറണാകുളത്ത് നിന്നും, അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും, അങ്ങ് കുണ്ടറയിൽ നിന്നും ഒക്കെ വരുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ പ്രവർത്തകർ. കാരണം നിങ്ങൾ ജീവൻ പോലും നോക്കാതെ നിങ്ങളുടെ ചോരയൊഴുക്കി നീരൊഴുക്കി ഈ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടികൾ. അതുകൊണ്ട് നിങ്ങളെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.